ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങുന്നവർക്ക് ഇനി മുതൽ ഇത്തരത്തിലുള്ളൊരു തുണിസഞ്ചി ലഭിക്കും. കാരണം മുൻപ് പേപ്പറിലായിരുന്നു മദ്യം പൊതിഞ്ഞ് നൽകിയിരുന്നതെങ്കിൽ ഇനി മുതൽ ഇത്തരത്തിലുള്ള ഒരു തുണിസഞ്ചിയിലാണ്. ഇത് ഹാൻഡെക്സ് ആണ് ബിവറേജസ് കോർപ്പറേഷന് നൽകുന്നത്. ഇത് വലിയൊരു ഗുണമേന്മയുള്ള സഞ്ചിയെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ഭാരമുള്ള മദ്യക്കുപ്പികൾ മറ്റും ഇതിലിട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഒരു ശരാശരി ബലമുള്ള കവർ തന്നെയാണ്. ഈ ഇത്തരത്തിലുള്ള തുണിസഞ്ചിയിലായിരിക്കും ഇനി മുതൽ മദ്യം വിതരണം ചെയ്യുക. ഏതായാലും മദ്യം വാങ്ങാൻ എത്തുന്നവരുടെ ഭാഗത്ത് നിന്ന് ഇതിനെതിരെ വലിയ തോതിലുള്ള എതിർപ്പ് ഉയരുന്നുണ്ട്. സർക്കാരിൻ്റെ കൊടുക്കാൻ ഞങ്ങളെ പൈസ ഇല്ല, മദ്യത്തിന് ഇനി വില കൂട്ടല്ലേ. ഇങ്ങനെ കുടിച്ച് പോണവരെല്ലാം നിന്ന് ആരും ബഹുമാനിക്കുന്നില്ല. അവിടെ ഇരിക്കണമാരെല്ലാം ഇഞ്ചി കുന്നന്മാരാണ്, ബിവറേജിൽ ഇരിക്കണമാരെല്ലാം. മദ്യം കഴിക്കാൻ പറഞ്ഞാൽ ഒരു വിലയില്ല. നമ്മളെ കൊണ്ടാണ് ഈ സർക്കാർ ഇവരെല്ലാം കഴിയുന്നത്. അതാണ് പറയാനുള്ളത്. ഒരു സഞ്ചി വാങ്ങിക്കില്ല, വേണം ചട്ടിക്കകത്തിട്ടോട്ട് പോകും. 10 രൂപയുടെ കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു ഉപയോഗത്തിനും പറ്റത്തില്ല. പേപ്പറാണെങ്കിൽ അത് ഞാൻ കളഞ്ഞിട്ട് പോകും. ഈ കവർ വേറെ എന്തെങ്കിലും ഉപയോഗത്തിന് പറ്റുമോ? 10 രൂപ എന്ന് പറയുമ്പോൾ സാധാരണക്കാർ 5 രൂപ കുറഞ്ഞ മദ്യമാണ് വാങ്ങിക്കുന്നത്. ഇവിടെ 10 രൂപയ്ക്കാണ് വിൽക്കുന്നത്, ഞാൻ കണ്ടായിരുന്നത്. പക്ഷേ ഈ സാധനം നിങ്ങൾ പറയുന്ന പോലെ ഇത് വാങ്ങിക്കുമ്പോൾ 400 രൂപ കൊണ്ടാണ് വരുന്ന ആൾക്കാരുണ്ട്. ഈ കവർ വാങ്ങിക്കാൻ പറ്റുമോ? വലിയ ഔട്ട്ലെറ്റുകളിലൊക്കെ തന്നെ ഇതുപോലെയുള്ള തുണിസഞ്ചികൾ ഹാൻഡെക്സ് ലഭ്യമാക്കിയിട്ടുണ്ട്. ചെറിയ ഔട്ട്ലെറ്റിലൊക്കെ തുണിസഞ്ചികൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ ലഭിക്കുന്ന മുറയ്ക്ക് പേപ്പർ പൂർണ്ണമായി ഒഴിവാക്കി ഇതുപോലെയുള്ള തുണിസഞ്ചികളിലേക്ക് മാറും. അല്ലെങ്കിൽ ആളുകൾക്ക് ബാഗോ അല്ലെങ്കിൽ സഞ്ചിയോ ഒക്കെ കൊണ്ടുവന്ന് മദ്യം വാങ്ങി പോകാം. ഏതായാലും ബെവ്കോയുടെ നിയമം അനുസരിച്ച് മദ്യം പൊതുനിരത്തിലൂടെ പ്രദർശിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് കൃത്യമായ നിയമ തടസ്സവുമുണ്ട്. സജികുമാറിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. സ്റ്റെഫിൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് സ്റ്റെഫിൻ. ഈ പറഞ്ഞതുപോലെ പേപ്പറിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന പരിപാടി അവസാനിപ്പിച്ചു. ഇനി സഞ്ചി നൽകും, തുണിസഞ്ചി നൽകും. പ്രദർശിപ്പിച്ചു കൊണ്ടുപോകാൻ പാടില്ല. പരമ്പരാഗതമായ ചില രീതികൾ നമ്മളൊക്കെ കാണാറുണ്ട്. അത് വാങ്ങി ഇങ്ങനെ ഇടുപ്പിൽ തിരികെ പോകുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ തന്നെ ആൾക്കാർ ഇനി പിന്തുടർന്നാൽ ഈ സഞ്ചി വിൽപ്പന പാളി പോവോ? മൂത്തി, സഞ്ചി വിൽപ്പന ഇതൊരു പുതിയ കാര്യമല്ല. മുൻപ് തന്നെ പല ഔട്ട്ലെറ്റിലും ഇതുപോലെ സഞ്ചി ഉണ്ടായിരുന്നു. പക്ഷേ ആളുകളൊന്നും തന്നെ ആ സഞ്ചി വാങ്ങിയിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് ബിവറേജസ് കോർപ്പറേഷൻ മുന്നിൽ കാണുന്നത് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം കൂടിയായിട്ടാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ സഞ്ചി 8 രൂപയ്ക്കാണ് ബിവറേജസ് കോർപ്പറേഷൻ ലഭിക്കുക. ഹാൻഡെക്സ് ആണ് നൽകുന്നത്. 10 രൂപയ്ക്കാണ് ഇത് ആളുകൾക്ക് വിൽക്കുന്നത്. അങ്ങനെ 2 രൂപ ലാഭം ഒരു സഞ്ചിയുടെ പുറത്തുണ്ട്. പക്ഷേ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ സഞ്ചി അവിടെ നിന്ന് വാങ്ങാറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പലരും കുപ്പി വാങ്ങി അത് പ്രദർശിപ്പിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ അരയിൽ തിരികെ കൊണ്ടുപോകുന്നു, മറ്റ് ബാഗിലൊക്കെ ആക്കി പോകുന്നു. അങ്ങനെ പല കാഴ്ചകളാണ് ഈ ബിവറേജിന് മുന്നിൽ നിന്നാൽ കാണുന്നത്. എന്തായാലും കൂടുതൽ ഈ നമ്മൾ സംസാരിച്ച ചേട്ടനൊക്കെ പറഞ്ഞതുപോലെ കൂടുതൽ പേരും ഈ വരുന്നത് കൃത്യമായ പൈസയൊക്കെ കൊണ്ടായിരിക്കാം ഈ സാധാരണക്കാരായ ആളുകളൊക്കെ തന്നെ വരുന്നത്. അതിന് പിന്നീട് 10 രൂപ കൂടി നൽകിയൊരു സഞ്ചി വാങ്ങണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും അവർ ഇത് അംഗീകരിക്കാറില്ല. പല ബിവറേജിലും, പ്രധാന ബിവറേജിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ നോക്കി കഴിഞ്ഞാൽ പവർ ഹൗസിലും അതോടൊപ്പം സ്റ്റാച്യുവിലും ഒക്കെ തന്നെ മുൻപും ഇത്തരത്തിൽ സഞ്ചി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആരും വാങ്ങാത്തൊരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും പേപ്പർ വരുന്ന കൂടുതൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ പേപ്പർ പല ബിവറേജ് ഔട്ട്ലെറ്റുകളിൽ നിന്നും പൂർണ്ണമായും പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതായാലും നിലവിൽ പേപ്പർ ഉണ്ട്. അത് ഈ അലവൻസ് ഒക്കെ ബിവറേജസ് കോർപ്പറേഷൻ തന്നെ നൽകുന്നതുകൊണ്ട് അവർക്ക് അതിൽ പണം നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഇവർ ലക്ഷ്യമിടുന്നത്. ഏതായാലും ആളുകളുടെ ഒരു പ്രതികരണം ഇതിനോട് എതിർപ്പ് തന്നെയാണ്. കൃത്യമായി എതിർത്ത് തന്നെയാണ് ആളുകൾ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നതെന്ന് തന്നെ നമുക്ക് സംശയം പറയാൻ സാധിക്കും. അല്ലെങ്കിൽ തന്നെ ഇതിന് പുറത്ത്, ഈ ബിവറേജിന് പുറത്ത് പല കച്ചവടക്കാരൊക്കെ ഉണ്ട്. അവർക്ക് ഇതിൽ താഴെ ഉള്ള വിലയ്ക്ക് തന്നെ ഇത്തരത്തിലുള്ള തുണിസഞ്ചിയും കവറുമൊക്കെ ആളുകൾക്ക് കൊടുക്കുന്നുമുണ്ട്.